സാർ നമസ്കാരം. നമസ്കാരം. ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം അനന്തമായി നീണ്ടുപോകുന്നു. അതിനിടയിൽ ഒരു വെടിനിർത്തൽ സംജാതമായിട്ടുണ്ട്. ലോകം മുഴുവൻ പ്രതിസന്ധിയിലാക്കിയ യുദ്ധം തന്നെയാണ് ഇസ്രായേൽ ഇറാൻ US യുദ്ധം എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല. കാരണം ലോകത്ത് ഇന്ധനക്ഷാമം വളരെ കാര്യമായി പിടിവിട്ടിരിക്കുന്നു. എൻ്റെയും താങ്കളുടെയും എല്ലാം അടുക്കള നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നെത്തി. അങ്ങനെയെങ്കിൽ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം ആ പരിസര പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇന്ത്യയിൽ ഈ കൊച്ചു കേരളത്തിൽ നമ്മളെപ്പോലും ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകവ്യാപകമായി ആഗോള വ്യാപകമായി യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോഴും യുദ്ധം എന്ന് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തീരുമാനവുമായിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഹോർമിസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് കടന്നു പോകുവാൻ ഇറാൻ തത്വത്തിൽ അനുമതി നൽകിയിരിക്കുന്നു. അതും ഇറാന്റെ തീരത്തോട് ചേർന്ന് വേണം കടന്നു പോകാനെന്ന് കൃത്യമായ ഒരു പുതിയ നിർദ്ദേശം കൂടി ഇറാൻ വച്ചിരിക്കുന്നു. കാരണം ഹോർമിസ് കടലിടുക്കിൽ അനധികൃതമായി കടലിടുക്കിലൂടെ ഏതെങ്കിലും കപ്പലുകൾ കടന്നു പോവുകയാണെങ്കിൽ അത് തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇറാൻ അവിടെയെല്ലാം മൈൻ ഇട്ടിട്ടുണ്ട്. ഈ മൈൻ കിടക്കുന്നതിനാൽ ഇറാന്റെ തീരത്തോട് ചേർന്ന് മാത്രമേ ഹോർമിസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകാൻ പാടുള്ളൂ, വ്യാപാര കപ്പലുകൾ കടന്നു പോകാൻ പാടുള്ളൂ, ചരക്ക് നീക്കം പാടുള്ളൂ എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. അമേരിക്കയും തത്വത്തിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇറാൻ ഹോർമിസ് കടലിടുക്കിൽ വ്യാപകമായി അവര് ഇട്ടിരിക്കുന്ന ആ മൈനുകൾ നീക്കുന്നതിന് വേണ്ടി അമേരിക്കയും സഹായിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, യുദ്ധം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകം ആകെ സ്തംഭിക്കും എന്നുള്ളതിൻ്റെ സൂചന നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ ഈ യുദ്ധത്തിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവായുധ ഒരു ഭീഷണി ഇല്ലാതിരുന്ന് അവർക്ക് സുരക്ഷിതമായി അവരുടെ രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ സ്വത്തിനും ജീവനും അവർക്ക് സുരക്ഷ ഉറപ്പാക്കുക. അതായത് ഇറാനിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഭീഷണി, ആണവായുധ ഭീഷണി ഇല്ലാതിരിക്കുക. അമേരിക്കയ്ക്കാവട്ടെ, ലോകത്തിന്റെ പോലീസ് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ലോകത്തിന്റെ വ്യാപാര രാജാവ് എന്നുകൂടി ഒരു നേട്ടം അവർക്ക് ആവശ്യമുണ്ട്. ലോക കച്ചവട കേന്ദ്രം അവരുടെ കയ്യിലായിരിക്കണം. വേൾഡ് ട്രേഡ് സെന്റർ തകർന്നെങ്കിലും വീണ്ടും ആ ട്രേഡിന്റെ തലപ്പത്ത് അമേരിക്ക തന്നെ ആയിരിക്കണം എന്നാണ് ട്രംപിന്റെയും താല്പര്യം. എങ്ങനെ നോക്കിക്കാണുന്നു സാർ ഇക്കാര്യത്തെ? ഇത് വളരെ കൗതുകം എന്ന് പറഞ്ഞാൽ അത് നമ്മളോട് തന്നെ ചെയ്യുന്ന പരിഹാസമായി ആത്മവഞ്ചനയായിരിക്കും. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എവറി പ്ലഷർ ഹാസ് എ പ്രൈസ്, ദിസ് ടൈം ദ പ്രൈസ് ഇസ് ഡെത്ത്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങൾക്കും എല്ലാ കാലഘട്ടത്തിലും ഓരോ വില കൊടുത്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ആ വില നമ്മുടെ തന്നെ നാശം, നമ്മുടെ തന്നെ മരണത്തിൽ കലാശിക്കുന്ന വിലയായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. ഇന്നിപ്പം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ അടുക്കള നിശ്ചലമാകുന്നൊരവസ്ഥ. അടുക്കള നിശ്ചലമായാൽ എന്ത് പറ്റും? തൽക്കാലം നമ്മൾ ഇലക്ട്രിസിറ്റി നോക്കും, ഇലക്ട്രിസിറ്റി എന്ന് മാത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറഞ്ഞു വരുന്നതനുസരിച്ച്, അതിൻ്റെ ദൗർലഭ്യം കൂടുന്നതനുസരിച്ച് പട്ടിണി അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. പച്ചയിറച്ചി കൊണ്ട് കഴിച്ചിരുന്നു എന്നൊക്കെ വളരെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റേജിലേക്ക് നമ്മൾ പോകേണ്ടി വരുമോ? ഇന്ധനം ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് സംഭവിക്കുമ്പോൾ തന്നെ ഇതിനെ ഇത്തരമൊരു പ്രതിസന്ധിയെ എങ്ങനെ നേരിടണം? രണ്ട് കാര്യങ്ങളുണ്ട്. ഇന്ധനം കിട്ടുന്നിടത്തോളം കാലം അത് കിട്ടാനുള്ള മാർഗം, സേഫായിട്ടുള്ള മാർഗം ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് മാത്രം മതിയോ ഈ ഇന്ധനം? ലോകത്ത് നമ്മളെപ്പോലെ കോടാനുകൂടി ജനങ്ങൾ ആഫ്രിക്കയിലും മറ്റ് രാജ്യങ്ങൾ, ഏഷ്യയിലും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇവരും ഇന്ധനത്തിന് വേണ്ടി അന്വേഷിക്കുകയാണ്. ഈ അന്വേഷണം എവിടെ കൊണ്ടുവന്ന് എത്തും? അപ്പോൾ ചുരുങ്ങിയ തോതിലുള്ള സപ്ലൈ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ രാജ്യങ്ങൾ തമ്മിൽ തന്നെ മിച്ചം കിട്ടുന്ന ഇന്ധനത്തിന് വേണ്ടിയുള്ള സംഘടനകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുക. ഇവിടെ അമേരിക്കയുടെ ആവശ്യം എന്ന് പറയുന്നത്, അമേരിക്ക ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനാണ് ഉദ്ദേശിക്കുന്നു, എണ്ണയുടെ കച്ചവടക്കാരനാണ് ഉദ്ദേശിക്കുന്നു. അത് വളരെ ഭംഗിയായിട്ട് സത്യസന്ധമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഐ ആം എ ട്രേഡർ, ഐ വാണ്ട് പ്രോഫിറ്റ് ഫോർ USA. ഞാൻ കച്ചവടക്കാരനാണ്, അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള കച്ചവടക്കാരനാണ്, അമേരിക്കയ്ക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എൻ്റെ പ്രൈമറി എയിം എന്ന് അദ്ദേഹം സ്ഥാനമേറ്റപ്പോൾ തന്നെ പറഞ്ഞ പ്രഖ്യാപനമായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ട്രേഡർ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ സർപ്ലസ് ഓയിലിൻ്റെ ഉടമസ്ഥനായി.
ഇതുവരെ അമേരിക്ക ഭീമമായി ഓയിൽ ബില്ല് ഡെബിറ്റായിരുന്നു. അമേരിക്കയുടെ സൈഡ് എന്ന് പറഞ്ഞാൽ കയറ്റുമതി ഇറക്കുമതി നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഇറക്കുമതി കൂടുതലും കയറ്റുമതി കുറവുമായിരുന്നു. പക്ഷേ പശ്ചിമേഷ്യയിലേക്കുള്ള ഇത് വന്നു കഴിഞ്ഞതോടുകൂടി അമേരിക്കയ്ക്ക് വളരെ പെട്ടെന്ന് അമേരിക്കയുടെ ഇന്ധനം ഉൽപ്പാദനം കൂട്ടുവാനും അത് വളരെ ആ വ്യത്യാസം കുറയ്ക്കുവാനും പറ്റി. അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഇന്ധനത്തിന് പകരം സപ്ലൈ ചെയ്യുന്ന രാജ്യമായിട്ട് അമേരിക്ക മാറി. അത് 66,000 ബാരലാണ് കണക്ക്. അത് 70,000 ബാരൽ വരെ എത്തിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ അമേരിക്കയ്ക്കുണ്ട്. ആ അത്രയും വരുമാന വർധന ആർക്കുണ്ടാകുന്നു? അമേരിക്കയ്ക്കുണ്ടാകുന്നു. പിന്നെ നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോയ ആരും അതിനകത്ത് വലിയ കാര്യമായിട്ട് ഇടപെട്ടില്ല. പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ മാത്രമേ നടത്തിയുള്ളൂ. വെനിസുല എന്ന് പറഞ്ഞ രാജ്യം അമേരിക്ക അടുത്ത നാളിൽ പിടിച്ചെടുത്തു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ ശേഖരമുള്ളൊരു രാജ്യമാണ്. ഇത് നാളെ അവന് കൂടി അമേരിക്കയ്ക്ക് പ്രസിഡന്റിനെ പിടിച്ചോണ്ട് പോയി. ഇത് നാളെ കൂടിയ വിലയ്ക്ക് വിൽക്കണമെങ്കിൽ അതിനുള്ള മാർഗം കൂടെ യുദ്ധം. ഈ യുദ്ധം അമേരിക്കയ്ക്ക് $1 കിലോയാക്കുമ്പോൾ അമേരിക്കയ്ക്ക് $10-50 തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള ലാഭകരമായ യുദ്ധമായിട്ട് ഒരു ട്രേഡറുടെ ബുദ്ധിയോടെ അമേരിക്ക മാറ്റി. അമേരിക്കയ്ക്ക് ഇതിനാര് നിന്നുകൊടുത്തു? ഇതിന് നിന്നുകൊടുത്തത് ഈ അറബ് രാജ്യങ്ങൾ, ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് തന്നെയാണ്. ഇസ്രായേലുമായിട്ടുള്ള സംഘടനത്തെ ഇത്ര വ്യാപകമാക്കാനും ഇറാന് അതിലിടപെടാനും സാധിച്ചു. ഇറാനെ ആ യുദ്ധരംഗത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇറാനെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വിചാരിക്കുന്നത്? ഇറാനെ അമേരിക്ക ആ യുദ്ധരംഗത്തേക്ക് ഇസ്രായേൽ മുഖാന്തരം വലിച്ചഴക്കുമ്പോൾ ഉദ്ദേശമുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സുന്നി ഷിയ ഡിഫറൻസ് മുതലെടുക്കാൻ പറ്റുമെന്ന് നോക്കി. ഇന്ന് ആരൊക്കെ തമ്മിലുള്ള യുദ്ധം? ഇറാനെതിരെ ഇസ്രായേലും മാത്രമല്ല. ഇപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ മരണ പോരാട്ടം തന്നെ ഇവിടെ നടക്കുന്നത്. ഒന്നാമത് അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, പരമാധ്യക്ഷൻ വരെ അവിടെ യുദ്ധത്തിൻ്റെ കെടുതിയിൽ മരിച്ചിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇപ്പം നേരത്തെ സാറ് പറഞ്ഞതുപോലെ അവരുടെ ട്രേഡ് അഭിവൃദ്ധിപ്പെടുത്തുക എന്ന് മാത്രമാണ് അവരുടെ ഉദ്ദേശം. ഇസ്രായേലിന് സുരക്ഷയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോക കോടീശ്വരനാവുക, അല്ലെങ്കിൽ എണ്ണ ഇപ്പോൾ 66 ലക്ഷം ബാരലാണ് അവർ കയറ്റി അയക്കുന്നതെങ്കിൽ വീണ്ടും അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈ ഒപെക് രാഷ്ട്രങ്ങളുടെ പിന്തുണയോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സഹകരണമോ ഇല്ലാതെ അവർക്ക് ഒരിക്കലും അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ എണ്ണ നിക്ഷേപം തന്നെയാണ് അമേരിക്കയുടെ കണ്ണ്, അല്ലെങ്കിൽ കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണ് എന്ന് പറയുന്ന പോലെ ട്രംപിൻ്റെ കണ്ണ് തീർച്ചയായും ഈ ഒപെക് രാഷ്ട്രങ്ങളുടെ എണ്ണയിൽ തന്നെയാണ്. അതിന് ഇസ്രായേലിൻ്റെ ഒരു സുരക്ഷയുടെ കാര്യം പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തു. ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിൻ്റെ പക്ഷം ചേർന്നില്ലെങ്കിലും ഇസ്രായേൽ അടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കും. കാരണം അമേരിക്കയേക്കാൾ ഒരുപക്ഷെ വെല്ലുന്ന സൈനിക ശക്തിയാണ് ഇസ്രായേലിനുള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യം ചെറുതാണെങ്കിലും സൈനിക ശേഷി വളരെ വലുതാണ്. മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളും സന്നാഹങ്ങളും ഇസ്രായേലിനുണ്ടെന്ന് തന്നെയാണ് വെളിവാക്കപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ലോക സമാധാനമല്ല അമേരിക്ക ഉദ്ദേശിക്കുന്ന, അമേരിക്ക വരയ്ക്കുന്ന രീതിയിൽ, അമേരിക്ക എഴുതി കൊടുക്കുന്ന രീതിയിൽ സമാധാന സന്ദേശം ചൊല്ലുന്ന ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് വരണം, അല്ലെങ്കിൽ ചൊൽപ്പടിക്ക് വരുത്തും. ഇതാണ് ട്രംപിൻ്റെ ഇത്തരം നടപടികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യം മാത്രം എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിൽ എന്ത് തരത്തിലുള്ള നിലപാടാണ് നമ്മുടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മുടെ നിലപാട് അവർ ഇറാനെ അറിയിച്ചിട്ടുണ്ട്, അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയായിരിക്കും ഈ ഹോർമിസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്ക് എണ്ണയൊഴുക്ക് 2-3 കപ്പലുകൾ ആ സമയത്ത് തന്നെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയം തന്നെയാണ്. കാരണം നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നയതന്ത്രം വിജയിക്കുന്നത് ഒരു കാരണവശാൽ അമേരിക്കയുടെ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കില്ല. അതുകൊണ്ട് കൂടി തന്നെയാണ് ട്രംപ് കൂടുതൽ കാർക്കശ്യത്തോടു കൂടി യുദ്ധരംഗത്ത് ഏർപ്പെടുകയും പിന്നീട് ഇറാൻ ഹോർമിസ് കടലിടുക്ക് അടയ്ക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത്. എന്നാൽ യുദ്ധം ഘടിപ്പിക്കും, ആണവായുധം പ്രയോഗിക്കും എന്നുള്ള നിലയിലേക്ക് ട്രംപ് മാറിയപ്പോഴാണ് ഇപ്പോൾ താൽക്കാലികമായ വെടിനിർത്തലിനും അല്ലെങ്കിൽ ഹോർമിസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനെങ്കിലും കുറച്ചെങ്കിലും ഭാഗികമായി തുറന്നു കൊടുക്കാനെങ്കിലും ഇറാൻ തയ്യാറായിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അവസാനം എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ ഇന്ത്യക്ക് ഏത് തരത്തിലുള്ള ഒരു നാശനഷ്ടമായിരിക്കും, ഇസ്രായേലിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും ഇറാനെ സംബന്ധിച്ചും എന്തായിരിക്കും യുദ്ധം വരുത്തി തീർക്കുക എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയല്ലേ. ഇത് നമ്മൾ മറന്നുപോയ, അല്ലെ നമ്മൾ കാണാതെ പോകുന്ന ലോകരാജ്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം, പക്ഷെ എടുത്തു പറയാത്തൊരു കാര്യമുണ്ട്.
അമേരിക്ക ഒറ്റപ്പെട്ടു, അമേരിക്കയുടെ കൂടെ ആരുമില്ല, ബ്രിട്ടൻ കൂടെ ഇല്ല, ഫ്രാൻസ് കൂടെ ഇല്ല, അല്ലെ ഇറ്റലി യുദ്ധത്തിനെതിരായിട്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, മാർപ്പാപ്പ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്ക ഒറ്റപ്പെട്ടു എന്നുള്ള അല്ല, മാർപ്പാപ്പയെ പോലും ട്രംപ് പറഞ്ഞ് കടത്തിവെട്ടി. ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ മാർപ്പാപ്പ, ഇപ്പോഴത്തെ മാർപ്പാപ്പ അമേരിക്കൻ ആണല്ലോ. ഒരു ചെറിയ കുറിപ്പ് വായിക്കാം. ഇറാൻ്റെ പണം കൈവശമുള്ള രാജ്യങ്ങൾ, അതായത് ഇറാനെതിരായി പലതരത്തിലുള്ള ഉപരോധങ്ങൾ പല കാലത്തും ഉണ്ടാക്കി. അമേരിക്ക തന്നെയാണ് മുൻകൈയെടുത്തത്. പക്ഷേ അങ്ങനെ ഇറാൻ്റെ സ്വത്തുക്കൾ, മറ്റ് രാജ്യങ്ങളുള്ള സ്വത്തുക്കൾ മുഴുവൻ അതാത് രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. ആ രാജ്യങ്ങളുടെ പേര് കേൾക്കണം. ഒന്ന് അമേരിക്ക, ചൈന, ജപ്പാൻ, ഇറാഖ്, പിന്നെ യൂറോപ്പ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലായി ഇറാൻ്റെ നിക്ഷേപങ്ങൾ എത്രയുണ്ടെന്ന് പോലും അറിയത്തില്ല. 10,000 കോടി ഡോളറിനപ്പുറം വരെ ഈ നിക്ഷേപങ്ങൾ. ഈ കൈവശമുള്ള ഇറാൻ്റെ പണം കൈവശമുള്ള ഈ രാജ്യങ്ങൾ യുദ്ധം തീരാൻ ആഗ്രഹിക്കുമോ, കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുമോ? അല്ല, അത് ഒരു ഇരട്ടത്താപ്പ് തന്നെയാണത്. യുദ്ധം തീർന്നാൽ ഈ പണമെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും, ഇറാൻ തിരിച്ചു കൊടുക്കേണ്ടി വരും അവരുടെ റീബിൽഡിന് വേണ്ടി. പക്ഷെ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഈ രാജ്യങ്ങളല്ല, അതായത് ചൈനയൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ, ജപ്പാനുണ്ട്. അപ്പോൾ ഇതിനെ എതിർക്കാനാണ് അമേരിക്കയുടെ കൂടെ ആരും ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ ഈ കണക്ക് നമ്മൾ മറക്കരുത്. എല്ലാ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെ സ്വന്തം കാര്യം നോക്കുള്ളൂ. ഫലത്തിൽ ഇപ്പോൾ ഇറാന്റെ എണ്ണ നിക്ഷേപം മാത്രമല്ല, ഇറാന്റെ സഹസ്രകോടി കണക്കിനുള്ള ഡോളർ നിക്ഷേപവും തിരിച്ചു കൊടുക്കാൻ ഇവർ സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റുമ്പോൾ എണ്ണയും ഇറാന്റെ സമ്പത്തുമാണ് പലരും ലക്ഷ്യമാക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പണ്ട് ഇറാൻ ഇതുപോലെ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ പല രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ആ സമ്പത്ത് മുഴുവൻ ഇപ്പോൾ അവരുടെ അതാത് രാജ്യങ്ങളുടെ കയ്യിലാണ്. ഇതേ അബദ്ധം തന്നെ ചൈനയ്ക്കും പറ്റും. ചൈന ലോകത്തെല്ലാം വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. നാളെ ആ രാജ്യങ്ങൾ ഉടക്കി കഴിഞ്ഞ് ചൈന തിരിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഡെയിലി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ഇനി മറുവശം കൂടെ ഒന്ന് ആലോചിക്കുക. ഇറാൻ ഇറാഖ് യുദ്ധം തീരാതിരിക്കുക, അല്ലെങ്കിൽ ഓയിൽ സപ്ലൈ നിന്നാൽ ഇന്ത്യ എന്ത് ചെയ്യും? അതിലെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും? എണ്ണയില്ലാതെ ഇന്ത്യക്ക് ജീവിക്കാൻ പറ്റുമോ? ഇന്ത്യ എന്ന് തന്നെയല്ലല്ലോ സാറേ, ലോകം ചലനാത്മകമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇന്ധനം, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇന്ധനങ്ങൾ ആവശ്യമാണ്. അതെല്ലാം വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് തന്നെയാണ്. ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇന്ത്യ, കേരളം അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള മറ്റുള്ള രാജ്യങ്ങൾ മെല്ലെ മെല്ലെ നിശ്ചലമാകാനുള്ള സാധ്യത തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ യുദ്ധം ഇല്ലാതാക്കുവാൻ, തീർക്കാൻ വേണ്ടി ഇന്ത്യയുടെ ശ്രമങ്ങളുണ്ടാകും, ഇന്ത്യ പോലുള്ള ചെറിയ രാജ്യങ്ങളുടെ ശ്രമങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അമേരിക്ക ഇതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. വെനിസ്വേലയുടെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഫുൾ സ്കെയിൽ യുദ്ധം വരുന്നത്, സപ്ലൈ ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിലെത്തി. തീർച്ചയായും. അല്ല, അവരെ കൊണ്ട് നിർബന്ധിതമായ പല കരാറുകളും ഉണ്ടാക്കിച്ചതിന് ശേഷം തന്നെയാണല്ലോ ഇത്തരം ഒരു കാര്യത്തിലേക്ക് ട്രംപ് ഇറങ്ങി തിരിച്ചിരിക്കണേ. എന്തായാലും ഇസ്രായേൽ ഇറാൻ അമേരിക്കൻ യുദ്ധം ഇനി ഏത് പോർമുഖങ്ങളാണ് തുറക്കുക, എന്തൊക്കെ തരത്തിലുള്ള നഷ്ടങ്ങളാണ് ലോകത്തിന് വരുത്തി വയ്ക്കുക, ഇറാൻ്റെ എണ്ണയും അതുപോലെ തന്നെ അവരുടെ സമ്പത്തും മറ്റുള്ള ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സമ്പത്തുകളും എത്ര കണ്ട് നഷ്ടമാവും, ഇന്ത്യക്ക് അത് ഏത് തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കും എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം.